നമസ്കാരം. വലിയ വലിയ തരികിട കള്ളന്മാരൊക്കെ വലിയ വലിയ കുറ്റങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ചെറിയ ചെറിയ വാർത്തകളെ പുറത്തേക്ക് വരുള്ളൂ. കഴിഞ്ഞ ദിവസം കത്തോലിക്ക സഭയുടെ ഒരു വൈദികൻ ഈ തൊട്ട് കഴിഞ്ഞ ദിവസം ചാലക്കുടി വെച്ച് ദേശീയപാതയോട് ചേർന്നുള്ള ഒരു സർവീസ് റോഡിൽ ഒരു യുവതിയുമായിട്ട് കാറിനുള്ളിൽ ഒഴിഞ്ഞ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് കാറ് നിർത്തിയിട്ട് അതിനുള്ളിൽ വെച്ച് അനാശാസ്യം, ലൈംഗിക വീഴ്ച, ഇത്രേ ഉള്ളൂ. ലൈംഗിക വീഴ്ച കുറ്റകരമൊന്നുമല്ല. പക്ഷേ ഈ കത്തോലിക്ക പുരോഹിതന്മാരൊക്കെ ഈ ഊളത്തരത്തിന് പോകുമ്പോൾ ഇവർക്ക് ഇതിന് താല്പര്യമാണെങ്കിൽ ആ കോട്ടിട്ട് ആ വെള്ളനേറ്റി ഊരിക്കളഞ്ഞിട്ട് പോകാൻ പാടില്ലേ? ഈ വെള്ളനേറ്റി ഇട്ടുകൊണ്ട് നടക്കുന്ന ഇവന്മാരൊക്കെ എന്ത് വൃത്തികേടുകളാണ് കാട്ടിക്കൂട്ടുന്നത്. ഇവരുടെയൊക്കെ മുമ്പിൽ പോയിന്നോണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവും കൊന്തയൊക്കെ ചെല്ലുന്ന സത്യം പറഞ്ഞ ക്രിസ്ത്യാനികൾക്ക് അപമാനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കോ സഭയിലൊക്കെ ഒന്നോ രണ്ടോ പേരൊക്കെ ഉണ്ടാവും. അത് പുരോഹിതരെയൊക്കെ നിങ്ങളങ്ങനെ അപമാനിക്കരുത്. ആരുടെ പുരോഹിതന്മാർ? ഇവനെ പോലെയൊക്കെയുള്ള ഊളകളെയാണ് പുരോഹിതന്മാർ. ഈ കാണുന്ന എല്ലാ മാടങ്ങളിലെയും എന്താ പറയുക, അടിവസ്ത്രം ഊരാനായിട്ട് നടക്കുന്ന ഇവനെ പോലെയൊക്കെയുള്ള ഇവന്മാരൊക്കെ എന്ത് പുരോഹിതന്മാരെ, വൈദികനെ, ഇവനൊക്കെ ആഭാസൻ എന്നല്ലേ വിളിക്കണ്ടേ? എറണാകുളം ജില്ലയുടെ കിഴക്കേറ്റത്ത് മറ്റുള്ള ഒരുത്തനാണ്, ഉദയംപേരൂരുകാരനോ മറ്റാണ്. അവൻ മഹാരാഷ്ട്രയിൽ ഏതാണ്ട് അനാഥാലയത്തിൻ്റെ ഡയറക്ടറൊക്കെയാണ്, പുരോഹിതനാണ്, അച്ഛനാണ്, വൈദികനാണ്, ആത്മീയ നേതാവാണ്. ആത്മീയതയുടെ ദൈവത്തിൻ്റെ സ്വർഗത്തിലേക്ക് സീറ്റ് ഉറപ്പിച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയ യേശു ക്രിസ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ സെൻട്രൽ ഫോർവേഡായിട്ട് വർക്ക് ചെയ്യുന്നവൻ അല്ലേ? ആലുവ സ്വദേശിനിയായ ഒരു യുവതിയായിട്ട് അവർ എവിടെ മലപ്പുറത്തോ എന്തോ ഇത് PSC ടെസ്റ്റിനോ എന്തോ എക്സ്ചേഞ്ച് പരിപാടിക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്നിട്ട് രണ്ടുപേരും കൂടെ ചാലക്കുടി പോയിട്ട് ദേശീയപാതയുടെ ഒഴിഞ്ഞ ഭാഗത്ത് കൊണ്ടുവന്ന് കാറ് കൊണ്ട് ഒതുക്കി നിർത്തിയിട്ട് ഇത് തന്നെ പരിപാടി. നാട്ടുകാർ കുറച്ച് നേരം ഈ കാറിങ്ങനെ ഒതുക്കിയിട്ടേക്കുന്നത് കണ്ടുകൊണ്ട് ആർക്കോ എന്തോ സംശയം തോന്നി. അവർ ആരോ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിനുള്ളിൽ രണ്ടുപേര് നോക്കിയപ്പോൾ ഒരു പുരുഷനും സ്ത്രീയും. അപ്പോൾ ഇത് ഇങ്ങനെ അനാശാസ്യമാണെന്ന് അവർക്ക് തോന്നി. അവരപ്പോൾ തന്നെ ചാലക്കുടി പോലീസിനെ വിവരം അറിയിച്ചു. പോലീസും നാട്ടുകാരും കൂടി രണ്ടെണ്ണത്തിനെ പൊക്കിയെടുത്ത് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ്, അയ്യോ ഞാൻ വെറും ഒരു നാട്ടുകാരനൊന്നുമല്ല, വെറും ഒരു യുവാവൊന്നുമല്ല, ഞാൻ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ അടുത്ത അനുയായിയായ കത്തോലിക്ക സഭയിലെ ഒരു ഉന്നതനായിട്ടുള്ള പുരോഹിതനാണ് എന്ന് വെളിപ്പെടുത്തിയത്. അതോടുകൂടി പിന്നെ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമില്ല കേട്ടോ. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇത്തരം ഈ വെള്ളനേറ്റി കുപ്പായ തൊഴിലാളികളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കുന്ന ഈ ഊളത്തരമൊക്കെ കാണിക്കുമ്പോഴല്ലോ അത്രയും അതിനൊന്നും വലിയ വാർത്താ പ്രാധാന്യം വരില്ല. വാർത്തകൾ മുക്കും. വാർത്ത പ്രാധാന്യം ഇല്ലാതെയല്ല, വാർത്തകൾ മുക്കുന്ന ഒരു പരിപാടിയുണ്ട്. കാരണം അറിയാലോ, ഈ കുമ്പിടാൻ പോകുന്ന മന്ദബുദ്ധികളായിട്ടുള്ള നമ്മളെപ്പോലെയൊക്കെ ഉള്ള, അങ്ങനെ പറയുള്ളൂ, നമ്മളെപ്പോലുള്ള മന്ദബുദ്ധികൾ ഇവരുടെയൊക്കെ നേർച്ചപ്പെട്ടിയിലൊക്കെ കൊണ്ടുവന്നിട്ട് വാരി എറിഞ്ഞിട്ട് കൊടുക്കുന്ന പണത്തിൻ്റെ അഹങ്കാരവും ഹുങ്കും. എന്നിട്ട് പറയുക അവിടെ ഇവിടെയൊക്കെ ഒന്നോ രണ്ടോ കേസുകളെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇപ്പം ഈ സഭയിലുള്ള ഒരു 75% മഹാഭൂരിപക്ഷം പേരും ഇത്തരം ഊളകളാണെന്നുള്ളത് വളരെ കൃത്യമായ കാര്യമാണ്. പക്ഷേ 100 സംഭവം വരുമ്പോൾ കുറച്ചൊക്കെ പുറത്തേക്ക് വരുള്ളൂ. അഥവാ വരുന്നത് പോലും കൂടെ ഇവരൊക്കെ പണം കൊടുത്തും മുക്കും. നമുക്കറിയാം, റോബിൻ വടക്കഞ്ചേരി എന്നും പറഞ്ഞിട്ടൊരു മഹാവൃത്തികെട്ട ഒരുത്തൻ, പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിക്ക് ഗർഭമുണ്ടാക്കി കൊടുത്ത് അവസാന ആ കേസ് മുക്കാനായിട്ട് എത്ര ലക്ഷങ്ങൾ വാരി എറിഞ്ഞ് നോക്കി. ആ പെൺകൊച്ചിൻ്റെ സ്വന്തം പിതാവ് ആണ് ആ പെൺകുട്ടീനെ ബലാത്സംഗം ചെയ്ത് അല്ലെങ്കിൽ ശാരീരികമായി ഉപദ്രവിച്ചതെന്ന് വരെയും പറഞ്ഞ് നോക്കി. അവസാനം എന്താണെങ്കിലും അത് കേസിനെ ഊരിപ്പോരാൻ പറ്റാതെ വന്ന് DNA ടെസ്റ്റൊക്കെ നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് സംഗതി ഈ കള്ള പുരോഹിതൻ്റെ ആയിരുന്നു, റോബിൻ വടക്കഞ്ചേരിയുടെ. അവനെ എന്നിട്ട് അന്ന് 20 വർഷത്തെ തടവിന് ശിക്ഷിച്ചു. പിന്നെ അവൻ ഈ പണം ഇഷ്ടം പോലെ ഉണ്ടല്ലോ സഭയ്ക്ക്. പിന്നെ അങ്ങനെ ഒരു ഗുണമുണ്ട്, കത്തോലിക്ക സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണമുള്ള ഒരു സഭയാണ്. അതുകൊണ്ട് തന്നെ ഇവനൊക്കെ പണം വാരി എറിഞ്ഞ് ഉന്നത കോടതികളിലൊക്കെ പോയിട്ട് കുറേ ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞ് ശിക്ഷയ്ക്ക് ഇളവ് വാങ്ങി, 10 വർഷത്തെ ശിക്ഷയ്ക്ക് ഇളവ് വാങ്ങി. ഇപ്പം പുറത്തേക്ക് ഇറങ്ങി. ഇപ്പം ആ പെണ്ണിനെ വിവാഹം കഴിച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ വാർത്ത വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ വേറൊരുത്തൻ്റെ കാര്യം നമുക്കറിയാമല്ലോ, വലിയൊരു പിതാവ്, ഏത് പിതാവാണെന്നൊക്കെ അറിയാമല്ലോ, പഞ്ചാബിൽ പോയിട്ടുള്ള നമ്മുടെ മുളയ്ക്കൻ
ഫ്രാങ്കോ മുളയ്ക്കൻ്റെ ബലാത്സംഗ കഥകളൊക്കെ നമുക്കറിയാലോ. അവനിപ്പം കോട്ടയത്തെങ്ങാണ്ട് വലിയ കുരിശൊക്കെ കഴുത്തിട്ടുണ്ട് പാതിരാ ധ്യാനം നടത്തുവാണെന്നാണ് പറയട്ടെ. അതായത് രാത്രി 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള ഒരു ധ്യാനം. ആ ധ്യാനത്തിന് എന്തൊക്കെ ഒരു പ്രത്യേക പേരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇവന്മാർക്കൊക്കെ ഈ ബൈബിളിൽ തപ്പിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ എന്തെങ്കിലുമൊക്കെ ന്യായീകരണ വാദങ്ങൾ കിട്ടും. കാരണം ബൈബിൾ എന്ന് പറയുന്ന ഒരു പുസ്തകം ഈ പഴയ നിയമവും പുതിയ നിയമവും കൂടി ആയതുകൊണ്ട് ഏത് രീതിക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ ബൈബിളിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് പാതിരാ ധ്യാനം അതിനൊരു പ്രത്യേക സിദ്ധി ദൈവം പാതിരാത്രിക്ക് ഇറക്കി കൊടുക്കുന്നതാണ് ഇപ്പോൾ ഫ്രാങ്കോ മുളയ്ക്കൻ്റെ വാദം. കോട്ടയത്ത് ഇപ്പോൾ ഒരു ധ്യാന കേന്ദ്രം നടത്തുന്നുണ്ട്. രാത്രി 8 മണി മുതൽ വെളുപ്പിന് 6 മണി വരെ ഭാര്യയും ഭർത്താവും കൂടെ ചെല്ലണം എന്നുള്ളതാണ് കണ്ടീഷൻ. നമുക്കറിയാം ഇവന്മാരുടെയൊക്കെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം അത് വലിയ വിശ്വാസത്തിലെടുക്കാനാണ്. ഭർത്താക്കന്മാരും കൂടെ ഉള്ളപ്പോൾ കുഴപ്പമില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ധ്യാനം തുടങ്ങി 2 ദിവസം കഴിയുമ്പോൾ പയ്യെ പറയും, ഭർത്താവിനോട് പറയും, നീ കുറച്ച് നേരം അവിടെ 2 മണിക്കൂർ നേരം മാറിയിരുന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ ഭാര്യയായിട്ട് ഒരു ചെറിയൊരു സെപ്പറേറ്റ് ധ്യാനം നടത്താനുണ്ട് എന്ന് പറയും. ഇത്തരം ഊള ഭർത്താക്കന്മാർ പിന്നെ വേറെ കാര്യം അത് കേട്ടങ്ങ് അനുസരിക്കും. അയ്യോ പിതാവല്ലേ പറഞ്ഞിരിക്കുന്നത്, പിതാവ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറമൊന്നുമില്ലല്ലോ. ഇങ്ങനെയൊക്കെയുള്ള കുറേ ഊളത്തരങ്ങൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഭ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിക്ക് നശിച്ച് നാരായണക്കല്ലിടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് ഇങ്ങനെ കുറേ വെള്ളനയറ്റി ഇട്ടുകൊണ്ട് കിടക്കുന്ന കുറേ വൃത്തികെട്ട പുരോഹിത വർഗങ്ങൾ, അങ്ങനെ തന്നെ ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ. എത്ര അപഹാസ്യമാണ് ഇതൊക്കെ. എത്ര സംഭവങ്ങളാണ്. എന്നിട്ട് വളരെ പെട്ടെന്ന് ആ വാർത്തകൾ മുഖ്യധാര മാധ്യമങ്ങളിലേക്ക് വരില്ല. അതാ വന്നാൽ തന്നെ അതൊക്കെ പെട്ടെന്ന് ഒതുക്കി കേസൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ഇപ്പം തന്നെ ഈ പിടിച്ചുകൊണ്ട് പോയ നിങ്ങളെയൊക്കെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ്. ഇനി കേസ് ചാർജ് ചെയ്യും, അല്ല കുറ്റപത്രം സമർപ്പിക്കുന്നൊക്കെയാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാമല്ലോ. ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. കാരണം ഒന്നാമത്തെ ഇപ്പോൾ ലൈംഗികത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ കുറ്റകരം അല്ലാതെ വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പം ഇതിനൊന്നും അത്ര വലിയ പ്രാധാന്യം നിയമപരമായിട്ട് വരില്ല. പക്ഷേ ഈ സഭയ്ക്കകത്ത് അല്ലെങ്കിൽ വലിയ പരമ പരിശുദ്ധരാണ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിരന്തരം പ്രസംഗിച്ച് വാതോരാതെ തട്ടിവിടുന്നവന്മാരൊക്കെ ഈ സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഈ ഇരുട്ടിൻ്റെ മറവിൽ ഈ അളിഞ്ഞ പണിക്ക് നടക്കുന്നത് എന്തിനാണെന്ന് മാത്രമേ ഇവിടെ ചോദിക്കുന്നുള്ളൂ. ഇവന്മാർക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇവളുമാർക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പോകാമല്ലോ, എത്ര വേണമെങ്കിലും പോകാം. ഇതൊന്നും അവരവരുടെ ഇഷ്ടം അനുസരിച്ച് പോകുന്നതിന് നിയമ തടസ്സങ്ങളില്ല എന്നുള്ളത് സുപ്രീം കോടതി വരെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് എത്ര അളിഞ്ഞ പരിപാടിയാണെങ്കിലും വരെ പൊക്കോട്ടെ. പക്ഷേ ഇതിനിടയ്ക്ക് വലിയ പരമ പരിശുദ്ധരാണ് എന്നുള്ളത് ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പറയുകയും തങ്ങൾ ഇതിൽ നിന്നെല്ലാം വളരെ അതീതരാണ് എന്നും കൂടെ കാട്ടി പറഞ്ഞു വെക്കുമ്പോഴാണ് ഇതിനകത്തുള്ള വിരോധാഭാസം. ഇത് ഈ സഭയുടെ ഈ പുരോഹിത വേഷധാരികളായിട്ടുള്ള ക്രൂരരായിട്ടുള്ള ക്രിമിനലുകൾ മാത്രമൊന്നുമല്ല, ഈ സമൂഹത്തിലല്ലാതെ ഒത്തിരി പേരുണ്ട്. വലിയ മാന്യന്മാരാണെന്ന് ഞെളിഞ്ഞ് നടക്കുന്നവന്മാരൊക്കെ ഭാര്യനെ മക്കളെ ഉപേക്ഷിച്ചിട്ട് വലിയ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഉഗാണ്ടയിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ മുറുക്കാങ്കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് വന്ന സർട്ടിഫിക്കറ്റ് കൊണ്ട് കേരളത്തിലൊക്കെ വലിയ സ്ഥാനത്തിരുന്നുകൊണ്ട് താൻ വലിയ ഡോക്ടറാണ് അല്ലെങ്കിൽ താൻ വലിയ എൻജിനീയർ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിലസി കാണുന്ന പെണ്ണുങ്ങളെല്ലാം പൊക്കിക്കൊണ്ട് നടക്കുന്നവന്മാരും ഒക്കെ ഉണ്ട്. അത്തരം 1-2 സംഭവങ്ങളൊക്കെ ഞങ്ങൾ ഈയിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ രേഖാമൂലം എടുത്തിട്ട് വേണം അതിൻ്റെ കുറെ കൂടി ഗൗരവത്തിലുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിനെ അറിയിക്കാൻ എന്നുള്ളതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ പൂർണ്ണമായിട്ടും പുറത്തേക്ക് വിടാത്തത്. ഇങ്ങനെ കുറേ അളിഞ്ഞ മാന്യന്മാരും നടപ്പുണ്ട് എന്നുള്ളതൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും ശരി, ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇങ്ങനെയുള്ള ഈ വെള്ളനേറ്റി കുപ്പായക്കാരുടെയൊക്കെ മുന്നിൽ പോയി ഈ കുമ്പിടുന്നവർ സ്വയം ഒന്ന് വിലയിരുത്തുക. ദൈവം എന്നത് ഇവന്മാരുടെ ഒന്നും 7 അയൽപ്പക്കത്ത് പോലുമില്ല. അതാദ്യം മനസ്സിലാക്കുക. നന്ദി.